ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور വേദിയിൽ ഉപവിഷ്ടരായ പ്രഗൽഭ വ്യക്തിത്വങ്ങളെ, ബഹുമാനം നിറഞ്ഞ കാരണന്മാര്, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും പ്രിയം നിറഞ്ഞ എൻ്റെ കൊച്ചനുജന്മാരെ, ജീവിതം ലക്ഷ്യവും സമീപനവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്പനേരം ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ആമുഖമായി തന്നെ നിങ്ങളെ ഓതി കേൾപ്പിച്ചത് ഖുർആനിലെ സൂറത്ത് ഹദീദിന്റെ 20-ാമത്തെ സൂക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകിയ ഈ ഒരു ആയുസ്, ഈ ഭൗതിക ലോകത്തെ ജീവിതം എന്നുള്ളത്, അതിനെ നാം ഏത് രീതിയിലാണ് അതിനെ നാം കാണേണ്ടത്? ഈ ജീവിതത്തിൽ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ ലക്ഷ്യം വെക്കേണ്ടത് എന്താണ്? തീർച്ചയായും നമുക്കറിയാവുന്ന ലളിതമായ ഒരു വിഷയമാണ്, ഭൗതിക ലോകത്ത് ആരും ശാശ്വതരായി ജീവിക്കാമെന്നവരല്ല. ഒരു മരണം നമുക്ക് വരാനിരിക്കുന്നുണ്ട്, സംഭവിക്കാനിരിക്കുന്നുണ്ട്. ആ മരണത്തിന് ശേഷം ശാശ്വതമായ ഒരു ജീവിതം കാത്തിരിക്കുന്നവരാണ് നാം. ആ ശാശ്വതമായ ജീവിതത്തിലെ ശാശ്വതമായ വിജയമാണ് നാം ഓരോരുത്തരും കൊതിക്കുന്ന യഥാർത്ഥമായ വിഷയം. അതുകൊണ്ട് ദുനിയാവ് എന്താണ് എന്ന് തീർച്ചയായും ഒരു മനസ്സിലാക്കൽ നമുക്ക് വേണം.
അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ലോകത്ത് എണ്ണിയാലൊതുങ്ങാത്ത ഒരുപാട് അനുഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകി. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു,